ബംഗാൾ ഉൾക്കടലിൽ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ്. അതിതീവ്ര ന്യൂനമർദ്ദം 12 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറിയേക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇതേ തുടർന്ന് കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ രാജ് ചേരുന്നു. അർജുൻ, ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. കേരളത്തിൽ പരക്കെ ഈ മഴ അനുഭവപ്പെടും എന്നാണോ പറയുന്നത്? എന്തൊക്കെയാണ് മുന്നറിയിപ്പുകളിൽ പെടുന്നത്? ലക്ഷ്മി, 30-ാം തീയതിയും 1-ാം തീയതിയും സംസ്ഥാനത്ത് വ്യാപകമായി മുന്നറിയിപ്പിൽ പറയുന്നത് ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ടിട്ടുള്ള അതിതീവ്ര ന്യൂനമർദ്ദമാണ്. ഇത് 12 മണിക്കൂറിനുള്ളിൽ ചുഴലിക്കാറ്റായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രീലങ്കൻ തീരത്തേക്കായിരിക്കും തമിഴ്നാടിനോട് ചേർന്ന് ഈ ചുഴലിക്കാറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. സംസ്ഥാനത്തെ നേരിട്ട് ഈ ചുഴലിക്കാറ്റ് ബാധിക്കില്ല. പക്ഷേ ഈ ചുഴലിക്കാറ്റിന്റെ സ്വാധീനപരമായിട്ടാണ് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് അടുത്ത 3 ദിവസമല്ല, 30-ാം തീയതിയും 1-ാം തീയതിയുമായിരിക്കും സംസ്ഥാനത്ത് കുറെ കൂടി വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പല ജില്ലകളിലും 30-ാം തീയതിയും 1-ാം തീയതിയും യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ചുഴലിക്കാറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പരക്കെ സംസ്ഥാനത്ത് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിക്കുന്നത്. ലക്ഷ്മി, അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.